ഹലോ നമസ്കാരം കൈരളി വ്യൂവേഴ്സ്. നമ്മളുടെ ഇന്ത്യൻ ഹാൻഡ്ലൂമിനെ കേരളത്തിലെ നമ്മുടെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയെ ലോക പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുക എന്ന ഒരു മിഷനുമായിട്ട് ഇറങ്ങിയ രണ്ട് യങ് ഓൺടർപ്രണേഴ്സാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. Let me welcome Krishna and Hiba. Hello, hi and welcome. അപ്പം ഇവരുടെ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതേ കോൾ സ്വീ അല്ലേ? സ്വീ എന്നുള്ള ഈ ബ്രാൻഡ് നെയിം ആരാ ഇട്ടത് ഫസ്റ്റ്? സ്വീ ആക്ച്വലി നമ്മൾ കുറേ നെയിംസ് ലിസ്റ്റ് ഔട്ട് ചെയ്തതിൽ ഫസ്റ്റ് എഴുതിയ നെയിം ആയിരുന്നു സ്വീ. സ്വീ എന്ന് വെച്ചാൽ സൂചി അല്ലേ? സൂചി ഹിന്ദി. ഓക്കെ. അപ്പം പിന്നെ നമ്മൾ കുറേ ഐ തിങ്ക് 1 month കുറേ പേരെല്ലാം തപ്പി ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഫസ്റ്റ് പിന്നെ ഇതന്നെ ഇടാന്നുള്ളതുകൊണ്ട് സുവി ഫിക്സ് ചെയ്തു. ഓൾറൈറ്റ്. അപ്പോൾ ഈ വർഷത്തെ എനിക്ക് തോന്നുന്ന കൈരളി ടിവിയുടെ ജ്വാല യങ് ഓൺടർപ്രണേഴ്സ് അവാർഡ് വിന്നേഴ്സ് കൂടിയാണ് നിങ്ങൾ. അത് സ്പെഷ്യൽ ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ അവാർഡ് വാങ്ങിയത് നമ്മുടെ ദ ലെജൻഡ് മമ്മൂക്കയുടെ കയ്യിൽ നിന്നുമാണ്. അപ്പോൾ എന്തായിരുന്നു ആ ഒരു ഫീൽ? എനിക്കറിയാം ആ ഒരു റീൽ ഐ തിങ്ക് അത് നിങ്ങളുടെ ബ്രാൻഡിനെ തന്നെ ഒരു വേറെ ലെവലിലേക്ക് എത്തിച്ചു തോന്നുന്നു അല്ലേ? ബിക്കോസ് കുറേ സ്ഥലങ്ങളിൽ അത് കണ്ടു. മമ്മൂക്കയുടെ ഷർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നു. മമ്മൂക്ക മീൻസ് ചുരുക്കി പറയുകയാണെങ്കിൽ മമ്മൂക്ക ഇവരുടെ ഷർട്ടിന്റെ ചെറിയൊരു ഫാനാണെന്നും കൂടെ പറഞ്ഞു ആ സ്പീച്ചിലല്ലേ? അപ്പോൾ എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. അതായത് ഞങ്ങൾ മമ്മൂക്കക്ക് മുന്നേ ഷർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ മമ്മൂക്കക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവാർഡ് കിട്ടി, മമ്മൂക്കയാണ് തരുന്നത്. അപ്പോൾ മമ്മൂക്കേൻ്റെ അടുത്ത് നേരിട്ട് കാണാം, മമ്മൂക്കേൻ്റെ അടുത്ത് പറയുന്നത് മോശമാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പോൾ വിജയരാഘവൻ സാർ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ പറയാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ എങ്ങനെ പറയുന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറിയപാട് മമ്മൂക്ക ഇങ്ങോട്ടേക്ക് ചോദിച്ചു, ഇങ്ങനെ എനിക്ക് ഷർട്ട് തന്നിട്ടുണ്ടല്ലേ, ഞാൻ എന്തായാലും ഇടുന്നു ഇങ്ങോട്ടേക്ക് പറഞ്ഞു. അപ്പൊ തന്നെ നമ്മൾ മൈക്കിൽ പറയണോ വേണ്ടെന്നുള്ള ഒരു ഇൻഹിബിഷൻ ഉണ്ടായി. പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു പിന്നെ പറഞ്ഞ പോലെ അവാർഡ് സംതിങ്, പക്ഷെ മമ്മൂക്കാന്റെ കയ്യിൽ നിന്ന് അത് കിട്ടുമ്പോൾ എക്സ്ട്രാ സ്പെഷ്യലാ. ഷാനി എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. എൻ്റെ ഫോട്ടോഗ്രാഫിൽ എൻ്റെ ഒരു ശിഷ്യനാണ്. അവൻ പറയുന്നു ഗുരുവാണെന്നാണ് അവൻ, പക്ഷേ ഞാൻ ശിഷ്യനായിട്ട് കൊണ്ടുനടക്കുന്ന ഒരുത്തനാണ്. അവൻ എഴുത്തൊരുങ്ങി ഷർട്ട് കൊണ്ടുവന്നു, 2 പെൺകുട്ടികൾ ഉണ്ടാക്കുന്ന ഷർട്ടാണ്. ആ ഷർട്ടൊന്ന് ഇട്ട് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇട്ട് നോക്കിയടാ ഇട്ട് നോക്കിയോ ഞാൻ എന്നെ ഇട്ടില്ല. ഇട്ട് നോക്കി, പക്ഷേ ഇടാനൊരു അവസരം വന്നില്ല. ഞാൻ വേറെ 2 കൂടെ ചോദിച്ചിട്ടുണ്ട്, അവർ കുറച്ചുകൂടെ കൊണ്ടു തരും, പോരട്ടെ. നിങ്ങൾ ആ ഇനീഷ്യലി ഇപ്പം മമ്മൂക്കയ്ക്ക് ഇതൊന്ന് ഗിഫ്റ്റ് ചെയ്യണം എന്നുള്ള ആ തോട്ട് എങ്ങനെയാ വന്നത്? അത് എങ്ങനെയാ അങ്ങോട്ട് എത്തിപ്പെട്ടത്? ഇല്ല, നമുക്കിപ്പം ഒരു കേരള ബ്രാൻഡ് എന്നുള്ള രീതിക്ക് മമ്മൂക്കനെ പോലുള്ള ഒരു പേഴ്സൺ നമ്മളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് വലിയൊരു അച്ചീവ്മെന്റാണ്. അപ്പം നമ്മൾ ഇതിന് മുന്നേ ഒരു കളക്ഷൻ ഇങ്ങനെ മമ്മൂക്ക ഇട്ടാൽ നമുക്ക് കൊള്ളാന്നുള്ള രീതിക്കായിരുന്നു മമ്മൂക്കക്ക് നമ്മൾ എന്നാ ഷർട്ട് കൊടുത്തത്. അപ്പം നമ്മൾ അതായത് ആ ഒരു ചേഞ്ച് നമുക്കിപ്പോൾ കാണാനും പറ്റുന്നുണ്ട്. അതായത് നമ്മൾ അവാർഡ് നൈറ്റ് മമ്മൂക്കക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത ഷർട്ടാണ് മമ്മൂക്ക ആ വീക്കിൽ തന്നെ ഇടുന്നത്. നമ്മൾ ഒരിക്കലും നമുക്ക് സൈസ് കറക്റ്റ് ആവും ഒന്നും അറിയില്ല, നമ്മൾ കൊടുത്തു. അത് ഒരു ഡിഫറെന്റ് സ്റ്റൈല് കൊടുത്തു. അപ്പൊ നമ്മൾ മമ്മൂക്ക ഇടുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല, നമുക്ക് എന്തായാലും എന്തെങ്കിലും കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായി. അപ്പൊ നമ്മൾ കൊടുത്തു. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് അത് മമ്മൂക്ക ഇട്ടിട്ട് കാണുന്നു, കുറെ എല്ലാവർക്കും ആ ഷർട്ട് ഇഷ്ടപ്പെടുന്നു. അതായത് ഇപ്പൊ മമ്മൂക്ക ഇടുന്ന ഷർട്ടിന് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാരും പെട്ടെന്ന് ഈ ഷർട്ടിന് എല്ലാരും ഭയങ്കര അക്സെപ്റ്റ് ചെയ്ത പോലെ തോന്നി. അപ്പൊ എല്ലാരും എൻക്വയറി ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് കൊടുത്തത് ഷാനി ഷാക്കി ത്രൂ ഫോട്ടോഗ്രാഫർ ഷാനി ഷാ. അപ്പൊ ഇനീഷ്യലി ഒരു 2 ഷർട്ട്സ് ചെയ്തിട്ടുണ്ടായി. അത് ഫസ്റ്റ് ഷാനിക്ക ത്രൂ ആ കൊടുത്തത്. അപ്പം അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്കൊരു ഫസ്റ്റ് അപ്രോച്ച് ഉണ്ടായത്. പിന്നെ അതാണ് പിന്നെ നമ്മൾ സ്റ്റേജിൽ നിന്ന് അന്ന് തന്നിട്ടില്ലേന്ന് ഇങ്ങോട്ട് പറഞ്ഞു. ഷാനിക്കന്ന് വന്നിട്ടുണ്ടായി, ഇവന്റിന് വന്നിട്ടുണ്ടായിരുന്നു. കൈരളിയുടെ ജ്വാല യങ് ഓൺടർപ്രണേഴ്സ് അവാർഡ് വിൻ ചെയ്തു. അപ്പം അവാർഡ്സ് നമുക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ ആണ്. അപ്പോൾ ആ ഒരു അവാർഡ് വിൻ ചെയ്തപ്പോൾ ആ ഒരു മൊമെന്റ് യങ് ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ ഒരു വലിയ ജേർണി ആണല്ലേ? അപ്പോൾ എന്താ വാട്ട് ഡിഡ് യു ഫീൽ? അത് നമ്മൾ ഈ പറഞ്ഞ മാതിരി കേരളത്തിൽ എന്തെല്ലാം പറഞ്ഞ നമ്മളെ നാട്ടിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണല്ലോ. പിന്നെ ഇങ്ങനെ
നമ്മൾ ഒരിക്കലും അൺഎക്സ്പെക്റ്റഡാ, യൂഷ്വലി അപ്ലൈ ചെയ്യുക അങ്ങനെയൊക്കെയാ തോന്നുന്നു വേണ്ടത്. നമ്മളതൊന്നും ഇല്ല, നമ്മളല്ലാണ്ട് ജൂറി സെലക്ട് ചെയ്തു. അപ്പൊ എല്ലാം പെട്ടെന്ന് സംഭവിച്ചേ. ഇങ്ങനെ സെലക്റ്റഡ് ആയി എന്ന് ആദ്യം പറഞ്ഞു, ഷോർട്ട് ലിസ്റ്റ് ആയി എന്ന് പറഞ്ഞു, പിന്നെ വിളിച്ചിട്ട് നമുക്ക് തരുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മള് ആദ്യം നമ്മള് ബിലീവ് ചെയ്യുന്ന കുറച്ച് ഇത് റിയൽ ആണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല, സാധാരണ അവാർഡ്സ് അപ്ലൈ ചെയ്തിട്ടാണല്ലോ. അപ്പൊ അവര് വിളിച്ചപ്പോ ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ ചോദിക്കുന്നത്, ഇത് അപ്ലിക്കേഷൻ ത്രൂ അല്ലേ? അന്നേരം പറഞ്ഞ് അപ്ലിക്കേഷൻ ത്രൂ എൻട്രി ഉണ്ട്, അതല്ലാണ്ട് ക്യൂറേറ്റഡ് അവരുടെ പാനൽ ടീം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതാണ്, ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂ കഴിയുന്നു, അങ്ങനെ ഫൈനൽ റൗണ്ടിൽ ഇങ്ങനെ സെലക്ഷൻ കിട്ടിയെന്ന് പറയുന്നു. അപ്പോഴും നമ്മളിത് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു അവാർഡാണ്, ഇതൊന്നും നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. പിന്നീടാണ് അവരിങ്ങനെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ മമ്മൂക്കയാണ് തരുന്നത്, ഇങ്ങനെയാണ് ഇവൻറ്റ്, കേരളത്തിൽ നിന്ന് ഇത്രയും ആൾക്കാർ എൻട്രി ചെയ്തിട്ടാണ് അതിൽ നിന്നാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞ ശേഷം അതിനുശേഷം നിങ്ങൾക്ക് മമ്മൂക്കയായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, അന്നേരം സ്റ്റേജിൽ അതാ ഞങ്ങള് പ്ലാൻ ചെയ്ത് ഇതൊന്നും ഇടുവോ ചോദിക്കാൻ നമ്മൾ സ്റ്റേജ് കേറുമ്പോ തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു ഞാൻ എന്തായാലും ഇടുന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് പിന്നെ ഇനി ഒന്നും പറയാനില്ല. അതില് നമുക്ക് വേറൊരു കാര്യവും പറയണ്ടായി. അതായത് 2 പെൺകുട്ടികൾ അവരവരുടെ വീട്ടിൽ പറയണം ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പോണം എന്ന് ഭയങ്കര നമ്മുടെ കണ്ണൂർ സ്ലാങ്, കാരണം ഇവർ 2 പേരും കണ്ണൂരുകാരാണ്. അപ്പൊ ആ കണ്ണൂർ സ്ലാങ്ങില് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ഫസ്റ്റ് ഇനീഷ്യലി? ബിക്കോസ് ഇപ്പോഴത്തെ ജനറേഷൻ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ഇപ്പം ഹാൻഡ്ലൂം അല്ലെങ്കിൽ കൈത്തറി എന്നൊക്കെ പറയുന്നത് നമ്മളുടെ മീൻസ് കാലങ്ങളായിട്ട് നമുക്ക് കിട്ടിയ ഒരു സംഭവമാണ് അല്ലേ, മീൻസ് വെൻ ഇറ്റ് കംസ് ടു ക്ലോതിങ്. അപ്പോൾ അതല്ല ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതലും നമ്മൾ വേറെ നാട്ടിലാണ്, നമ്മളിപ്പോൾ കൊറിയൻ ട്രെൻഡും നമ്മൾ അങ്ങനെ വേറെ എന്തൊക്കെയാണോ ട്രെൻഡ് ഇന്റർനാഷണലി ട്രെൻഡിങ് അതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഇങ്ങനെ കൈത്തറി അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ്ലൂം ഇതിനെ നമുക്ക് ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കണം, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് അത് എങ്ങനെയാണ് ഉണ്ടായത്? അതും ഇത് ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, ബിക്കോസ് നിങ്ങൾ 2 പേരും ഫാഷൻ ആണ് പഠിച്ചത്. ഐ തിങ്ക് നിങ്ങൾ ഒരു ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് 2 പേരും ഫാഷൻ കമ്മ്യൂണിക്കേഷൻ ആണ് പഠിച്ചത്. അപ്പോൾ ആൻഡ് നോട്ട് ജസ്റ്റ് ഡിസൈനിങ്. അപ്പോൾ ഇതിന്റെ ഒരു മാർക്കറ്റ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ഒരു തോട്ട്, ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് അത് എങ്ങനെയാണ്? ഇല്ല, നമ്മളും ടീനേജേഴ്സ് ആയിരുന്നു, നമ്മൾ കോളേജിൽ നിന്ന് ജസ്റ്റ് പാസ് ഔട്ട് ആയതേ ഉള്ളൂ. അപ്പം നമുക്ക് ഞങ്ങൾ എന്താ യൂസ് ചെയ്യുന്നത്, അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്താ യൂസ് ചെയ്യുന്നത് എന്നുള്ള ഭയങ്കര ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ അതിന് മുന്നേ കാണുമ്പോഴാണെങ്കിലും ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ എപ്പോഴും ഖദറായിടുന്നു, അച്ഛൻ ടീച്ചറാണ്. ഞാൻ ചെറുപ്പത്തിൽ അച്ഛൻ മാത്രം എപ്പോഴും ഖദർ വാങ്ങിയിടുന്ന് അങ്ങനെ കണ്ടു വളർന്ന ഒരാളാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ പൊളിറ്റീഷ്യൻസ്, പിന്നെ ഹാൻഡ്ലൂം സാരീസ്, ഇതിനാണ് പൊതുവെ ആൾക്കാർ വാങ്ങിക്കുന്നത് കണ്ടിട്ടില്ലേ. കൈത്തറി എന്ന് പറഞ്ഞാൽ ഓക്കെ ബെഡ്ഷീറ്റ്, സാരി ഇങ്ങനത്തെ സാധനമാണ് എന്നൊരു ബേസിക് കോൺസെപ്റ്റാണ് ആൾക്കാർക്കുള്ളത്. അത് മാറി ഇത് നല്ല രീതിയിൽ ഭംഗിയുള്ള പ്രൊഡക്ട്സ് ആക്കി കഴിഞ്ഞാൽ എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന നമുക്ക് അന്നേരം ഉള്ള ഒരു തോട്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ പുതിയ പ്രൊഡക്റ്റ് ലൈൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കൈത്തറി ആണെങ്കിലും എന്താണെങ്കിലും ഭംഗിയുള്ള സാധനം ആൾക്കാരെ എപ്പോഴും ആകർഷിക്കുന്ന ഒരു സാധനമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു പ്രൊഡക്റ്റ് ലൈൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് മാർക്കറ്റിലൊരു ഡിമാൻഡ് എന്തായാലും ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പ്രോജക്റ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി ഹാൻഡ്ലൂംസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനെല്ലാം സാധിച്ചത്. അതായത് അന്നേരമാണ് കണ്ണൂർ കൈത്തറി എന്താ, അതിൻ്റെ ബാക്കിൽ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് ഇത് ഇവിടെ കൊണ്ട് നിൽക്കേണ്ടതല്ല എന്നുള്ളൊരു സാധനം നമ്മൾ ഭയങ്കരമായിട്ട് ഹണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിനെന്താ നമ്മൾ അതന്നെ അന്നേരം പറഞ്ഞ പോലെ തന്നെ നാടിനോടുള്ളൊരു സ്പിരിറ്റിന് പുറത്ത് തുടങ്ങിയതാ. അതായത് നമ്മൾ വ്യൂവേഴ്സിന് അവർക്ക് എന്തെങ്കിലും നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കൊടുത്താൽ അവർ കുറച്ചും കൂടി സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രഡീഷൻ. അപ്പം ഈ പറഞ്ഞ മാതിരി ഒരു ഡിസൈൻ വാക്യൂം എന്തായാലും അതിലുണ്ട്. ഇപ്പം നമ്മൾ കാണുകയാണെങ്കിൽ എക്സിബിഷൻസിനൊക്കെയാണ് കൂടുതലും ആൾക്കാർ അഗൈൻ ഹോം ഫർണിഷിങ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഒരു ഡിസൈൻ കളക്ഷൻ അല്ലെങ്കിൽ ക്ലോത്തിങ് ലൈനായിട്ട് ഭയങ്കര ഇത് സ്പെഷ്യലി കണ്ണൂർ കൈത്തറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറവായിരുന്നു. അപ്പം അവിടുത്തെ ആ ഒരു വാക്യൂം ഫില്ല് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മൾ ഇനീഷ്യൽ തോട്ട്. അങ്ങനെ നമ്മൾ ഡിസൈനർ സാധനങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി കൊറിയൻ ഇതൊക്കെ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ആ ഒരു ട്രെൻഡ്, അതായത് ഡിസൈൻ വൈസ് ഒക്കെയാണ് കൂടുതൽ. ഇപ്പോൾ ലൂസ് ഫിറ്റ്, ഇപ്പോൾ ഓവർ സൈസ്ഡ് ഒക്കെ വന്നു, പിന്നെ ഓൾഡ് മണി. അപ്പം അതൊക്കെ നമുക്ക് ആക്ച്വലി നമ്മൾ ഇതിലും, പക്ഷെ നമ്മൾ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒന്നുകൂടി ക്ലാസിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫാസ്റ്റ് ഫാഷന് പകരം
സ്ലോ ഫാഷൻ, കുറച്ച് കാലത്തേക്ക് ഒരു സ്റ്റൈൽ ഇറക്കാന്നെങ്കിൽ കുറച്ചധികം കാലം മാർക്കറ്റിൽ അത് ഉണ്ടാവണം. എന്നാലേ നമുക്ക് ഇതിന് കൂടുതൽ ആൾക്കാർ കുറേ കാലത്തേക്ക്, പിന്നെ എന്ന് വെച്ചാൽ കുറച്ച് ലിമിറ്റഡ് ബൈയിങ് എന്നുള്ളൊരു സാധനം ആണ് കോൺസെപ്റ്റ്. അതായത് പിന്നെ നമ്മളിപ്പോൾ ഇതിന്റെ ക്വാളിറ്റി കമ്പയർ ചെയ്യുന്നതാണെങ്കിലും ഞങ്ങളിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് കണ്ണൂർ കൈത്തറിയും പയ്യന്നൂർ ഖാദിയാണ്. ഇപ്പൊ ഖാദിയുടെ കേസ് എടുക്കുന്നതാണെങ്കിൽ തന്നെ ഞങ്ങളിപ്പോൾ ഓൾ ഇന്ത്യ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഹിബ ഒരു 3-4 months മൊത്തം ട്രാവലിംഗ് ആയിരുന്നു. അപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും എന്താണ് അവരുടെ യുണീക്ക് ആയിട്ടുള്ള സാധനം. അപ്പം ഞങ്ങൾ ഇപ്പം ഖാദിയുടെ കേസ് നോക്കുന്നതാണെങ്കിൽ നമുക്ക് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ക്വാളിറ്റിയുള്ള സാധനം വേറൊരു സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് കണ്ണൂർ കൈത്തറിയുടെ കേസിലും. അതായത് ആ ഒരു വൺസ് നമുക്കിപ്പോൾ ഒരു ഫാബ്രിക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു വേരിയേഷനും നമുക്ക് ഇവിടെ കാണാൻ പറ്റി. അപ്പം എന്തുകൊണ്ട് ഇത്ര ഒരു നല്ല സാധനം നശിച്ചുകൊണ്ടിരിക്കുന്നു? മേ ബി നെക്സ്റ്റ് ഒരു 10-20 yearsൽ ഇങ്ങനൊരു ഇൻഡസ്ട്രി ഉണ്ടാവത്തില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ടായിരുന്നു ഇനീഷ്യലി ഉണ്ടായത്. ഇനീഷ്യലി നമുക്ക് ബ്രാൻഡ് തുടങ്ങാൻ യാതൊരു പ്ലാനും ഉണ്ടായില്ല. നമ്മൾ വിചാരിക്കുന്ന അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഞങ്ങളെ പ്രൊജക്റ്റ് FC ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവർക്ക് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, ഫോട്ടോഗ്രാഫി, ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി കൊടുക്കുന്നു, ഇൻസ്റ്റാഗ്രാം ഉണ്ടാക്കി കൊടുക്കുന്നു, പിന്നെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് പരിപാടി പിടിക്കാം. നമ്മൾ അതിലാണല്ലോ ഫാഷൻ കമ്മ്യൂണിക്കേഷൻ, മെയിനായിട്ട് ഫോട്ടോ ഫോട്ടോ എടുക്കാം, പിന്നെ ഫാഷൻ ഷോസ്. എനിക്ക് ആ സമയത്ത് കൈത്തറി സംഘങ്ങളിൽ ഫസ്റ്റ് ഒരു ഫോട്ടോ, അവരുടെ പ്രൊഡക്ട്സ് പൊതുവെ അവർ ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ളതിന് പകരം ഒരു ഫസ്റ്റ് ഫോട്ടോ ഷൂട്ടായിട്ട് വരുന്നു. അത് അവർ ബാനർ പോലെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്ലയർ പോലെ ഉണ്ടാക്കുന്നു. അത് ഞങ്ങൾ അതൊന്ന് ചെയ്തു. പിന്നെ ബ്രോഷേഴ്സ് അങ്ങനത്തെ ഒക്കെ നമുക്ക് അവർക്ക് ലോഗോ ഉണ്ടാക്കി കൊടുക്കുന്നു, ബ്രാൻഡ് വിസിറ്റിംഗ് കാർഡ്, അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ പ്രോജക്റ്റ് മൊത്തം നമ്മൾ എന്തൊക്കെയാണോ 4 കൊല്ലം പഠിച്ചത് അതൊക്കെ ചെയ്തു. അതിന്റെ കൂടെ നമ്മൾ പ്രോഡക്റ്റ് ലൈനും ഉണ്ടാക്കി. ആക്ച്വലി കുറച്ച് അത് അത്യാവശ്യം നല്ല സെയിൽ ഉണ്ടായി. അതിന് ഡിമാൻഡും കണ്ടു. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഉറപ്പായി ഓക്കെ ദർ ഇസ് ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മളതായ രീതിക്ക് ചെയ്താൽ അതിന് ആക്സെപ്റ്റൻസ് എന്തായാലും ഉണ്ടാവും. ഞങ്ങൾ ആദ്യം ഇതൊക്കെ ചെയ്ത് ഡിസൈനൊക്കെ കൊണ്ട് അവിടെ സൊസൈറ്റിയിലൊക്കെ പോയിട്ടാകുമ്പോൾ അവിടെ നിന്ന് അവരേക്ക് ഇതെല്ലാം ആരെങ്കിലും വാങ്ങിക്കോ മക്കളെ, ഇതെല്ലാം ഉണ്ടാക്കണോ നമ്മളിങ്ങനെ ഉണ്ടാക്കി നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് കുറച്ച് സാമ്പിൾ പ്രൊഡക്ട്സ് ചെയ്യുന്നത്. അപ്പൊ അത് ഭയങ്കര വെൽക്കമിങ് ആയി. പിന്നീട് നമുക്ക് മനസ്സിലായി, അതായത് നമ്മൾ വൺസ് കോളേജ് കഴിഞ്ഞ് ഇത് ഇറങ്ങുന്നു, ഇത് പഴയ പോലെ തന്നെ ആവുന്നു. അതായത് ഇവർക്ക് ഇതിനെ കൊണ്ട് ഒരു ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നില്ല, പുതിയ ഓർഡേഴ്സ് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പൊ വൺസ് നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്ത് ഇവർക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു റെഗുലർ ഓർഡർ അവർക്ക് കൊടുക്കാൻ പറ്റും. ആ ഒരു കോൺസെപ്റ്റ് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഓക്കെ നമ്മളുടെ തന്നെ ഒരു ബ്രാൻഡ് എന്നാൽ ഒരു യങ്ങർ ജനറേഷനിലും എല്ലാവർക്കും എന്താ ഡിസൈൻ വൈസും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ കൊടുക്കാൻ പറ്റും. ഒരു പ്രീമിയം സാധനം അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ തുടങ്ങിയത്. ബേസിക്കലി ഇപ്പം നമ്മൾ ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്. ആൻഡ് ഓൾസോ അതിലേക്ക് നമ്മളിപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മൾ ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് കുറച്ചും കൂടെ അവർക്ക് ഒരു വിഷ്വലി ഒരു കളർഫുൾ ആയിരിക്കണമല്ലോ. മീൻസ് നമ്മളെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഖാദി ഖദർ എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്ലെയിൻ കളേഴ്സ് ആണ്. മീൻസ് അതല്ലാണ്ട് പ്രിന്റ്സും കാര്യങ്ങളും, പിന്നെ അതിൽ തന്നെ ഈവൻ എംബ്രോയിഡറി വർക്ക് ഒക്കെ കുറച്ചും കൂടെ ഫങ്കി ആൻഡ് കളർഫുൾ ലുക്ക് വേണമല്ലോ. അപ്പോൾ അതിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്? പറഞ്ഞ മാതിരി ഓപ്ഷൻസ്, ഫാബ്രിക്സ് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അത്യാവശ്യം നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നതിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റീസ് ഓഫ് ഫാബ്രിക്, ഹാൻഡ് വോവൻ ഫാബ്രിക് എന്തായാലും അൺഡൗട്ടഡ്ലി നമുക്ക് പറയാൻ പറ്റും കണ്ണൂർ ഹാൻഡ്ലൂംസിന് ഉണ്ട് ആ ക്വാളിറ്റി. പക്ഷെ ഇത് അതായത് നമ്മൾ അധികം ഒന്നും ചെയ്തിട്ട്, നമ്മൾ ഇപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് നോക്കിയാൽ ഭയങ്കര മാക്സിമലിസം ഒന്നുമല്ല, മിനിമൽ അപ്രോച്ച് നമ്മൾ എല്ലാത്തിലും ചെയ്തത്. അത് വാല്യൂ അഡിഷൻ പോലെ. ഈവൻ കളേഴ്സ് ആണെങ്കിലും ഭയങ്കര നമ്മൾ യെല്ലോസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കൂടുതലും സട്ടൽ സാധനം വെച്ചിട്ട് അതിൻ്റെ മേലിൽ നമ്മൾ വാല്യൂ അഡിഷനാണ് ചെയ്യുന്നത്. എംബ്രോയിഡറി ആണെങ്കിൽ ഇപ്പോൾ പ്രിന്റിങ് വരാണെങ്കിൽ. പക്ഷെ എന്നാലും അത് ഭയങ്കര അങ്ങോട്ടേക്ക് പോയിട്ടുമില്ല, ലൈക്ക് മാക്സിമലിസം അങ്ങോട്ട് പോയിട്ടില്ലെങ്കിലും പക്ഷെ എല്ലാ കാറ്റഗറിയിലെ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലാണ്
നമ്മൾ ഈ പറഞ്ഞ മാതിരി കളർ റിസർച്ച്, ഫോക്കാസ്റ്റ് അതെല്ലാം ഫോളോ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഓരോ കളക്ഷനെ നമ്മൾ ഫോക്കാസ്റ്റ് ചെയ്യും, പിന്നെ കളേഴ്സ് ആണെങ്കിലും ഈ സെറ്റ് ഓഫ് കളേഴ്സ് നമ്മൾ ഡിസൈഡ് ചെയ്യും. ഇപ്പം ഓരോ തീം വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ കളക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തീം ബേസ്ഡ്, ആ തീമിനനുസരിച്ചിട്ടുള്ള കളേഴ്സാണ് നമ്മൾ എടുത്തിട്ട് നമ്മൾ അത് വീവ് ചെയ്യിപ്പിക്കും. ഇതർ യാൺ ഡൈ അല്ലെങ്കിൽ ഫാബ്രിക് ഡൈ അങ്ങനെ ചെയ്തിട്ടാണ്. മമ്മൂക്ക് കൊടുത്ത ഷർട്ട് അത് ഏത് സ്റ്റൈലായിരുന്നു? അത് ആക്ച്വലി കിമോണോ സ്ലീവ് വരുന്നത്. അതായത് നമുക്ക് അതിനൊരു ആം ഹോൾ കട്ടില്ല, ഇറ്റ്സ് എ സിംഗിൾ, ഒരു ഷോൾഡർ ഇല്ല തന്നെ, ഷോൾഡർലെസ് ഒരു സിംഗിൾ കട്ടിലാണ് വരുന്നത്. അതൊരു ഐ തിങ്ക് ബാക്കിൽ ഒരു സ്റ്റിച്ച് അങ്ങനെ വരുന്നില്ല. അപ്പം അത് ഒരു ലൂസ് ഫിറ്റ് സ്റ്റൈലാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരുന്നത്. അപ്പൊ അതില് നമ്മള് കുപ്പടം വീവ് ബോർഡറാ, ആ ബോർഡർ വെച്ചിട്ട് സ്ലീവിനും സെന്റർ പ്ലാക്കറ്റിലുമായിട്ട് ആ കുപ്പടം ബോർഡർ പ്ലെയിൻ ലൈക്ക് ഓഫ് വൈറ്റ് ആ കളർ വരുന്ന ഓർഗാനിക് കോട്ടൺ. അത് കാണിച്ചു തരാനുണ്ടോ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് വെരി നെക്സ്റ്റ് മൊമെന്റ് അത് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ബട്ട് ആ ഒരു വീഡിയോ ഒന്ന് ബ്ലോ അപ്പ് ആയപ്പം എന്താണ്, ഹൗ ഡിഡ് ഇറ്റ് എഫക്ട് ബിസിനസ്? എല്ലാം പെട്ടെന്നായിരുന്നു, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നമ്മള് വീഡിയോ വരുന്നു, നമ്മള് റീല് ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നിലേ നമുക്ക് ഓർഡേഴ്സ് വന്നു. എനിക്കൊന്ന് കൈരളിയുടെ റീല് അപ്പൊ തന്നെ അവരെല്ലാം ലൈവ് പോകുന്നുണ്ടായിരുന്നല്ലോ. ഇവന്റ് കഴിയുമ്പോഴേക്ക് തന്നെ കൈരളിയുടെ റീൽ ഇങ്ങനെ എല്ലാരും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് അന്ന് ഞങ്ങളുടെ എല്ലാ സർക്കിളിൽ എല്ലാരും ഈ റീൽ തന്നെ സ്റ്റോറി ഷെയറിങ് അങ്ങനെ കിടന്ന്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ കഴിഞ്ഞിട്ടാ ഞങ്ങള് റീൽ ഇട്ടത്. അത് കഴിഞ്ഞ് പിന്നെ മമ്മൂക്ക അതിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ 2 ഷർട്ടും കൂടി ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇടുന്നൊക്കെ പറഞ്ഞു. ഞാൻ വേറെ 2 കൂടെ ചോദിച്ചിട്ടുണ്ട്, അവർ കുറച്ചുകൂടെ കൊണ്ടുതരും, പോരട്ടെ. അത് കഴിഞ്ഞ് 2 ദിവസം മമ്മൂക്ക ഇട്ടിട്ട് വരുന്നു. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ അപ്പൊ നമുക്ക് പെട്ടെന്ന് സൈറ്റില് നമുക്ക് ലൈക്ക് കൗണ്ട് സ്റ്റോക്ക് നോക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്യേണ്ട ആ ഒരു ഇതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്നതിന് സ്റ്റോക്ക് ഉണ്ടോ. അപ്പൊ ഇങ്ങനെ ഓർഡേഴ്സ് വന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ പ്രീ ഓർഡറിലുള്ള പിന്നെ വീവ് ചെയ്യിപ്പിച്ചു പുതിയ. അപ്പൊ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സെയിം ഫാബ്രിക്. അപ്പം അതെല്ലാം ഒന്നും പറയാനില്ല. ഇപ്പൊ ഇനീഷ്യലി ഇപ്പം ഫസ്റ്റ് നിങ്ങളിപ്പം നിങ്ങളുടെ കോളേജ് കഴിഞ്ഞു, ഐ മീൻ 2 പേരും കണ്ണൂരാണ് പഠിച്ചത്. ഫാഷൻ ഓൾസോ നിങ്ങൾ നിഫ്റ്റിലാണ് പഠിച്ചത്. അപ്പൊ യൂഷ്വലി ഇപ്പൊ ഫാഷൻ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ണൂർ പഠിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നെങ്കിൽ മീൻസ് FTIയിൽ പോകും, ഇല്ലെങ്കിൽ മീൻസ് അങ്ങനെ പുറത്തെ ഓപ്ഷൻസ് ആണ് ചൂസ് ചെയ്യുക, കുറച്ചും കൂടി ഒരു മോർ എക്സ്പോഷർ. അപ്പൊ നിങ്ങളത് കണ്ണൂർ ചൂസ് ചെയ്തു. അതെനിക്ക് തോന്നുന്നത് കണ്ണൂരുകാരുടെ ഒരു സ്പെഷ്യൽ സ്നേഹമാണോ എന്ന് എനിക്കറിയില്ല. കണ്ണൂർ ചൂസ് ചെയ്തു. കണ്ണൂർ തന്നെയുള്ള നമ്മളുടെ കൈത്തിരി, നമ്മുടെ ഹാൻഡ്ലൂം അല്ലേ, അവിടെ തന്നെ എന്താണ് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റാന്ന് എല്ലാവരും എപ്പോഴും ഭയങ്കര കംപ്ലൈന്റ് ആണ്. നമ്മുടെ നാട്ടിലെ യങ്സ്റ്റേഴ്സ് പുറത്തേക്ക് പോകുന്നു, ഇത് അവരുടെ നാട്ടിൽ അവരുടെ സ്പേസിൽ തന്നെ ഒരു അല്ല ഓൺട്രപ്രണേഴ്സ് ആയിട്ട് അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ ഒരു ഐഡിയ എങ്ങനെയാ വന്നത്? ലൈക്ക് ലെറ്റ്സ് ഡു സംതിങ് ഫോർ കണ്ണൂർ, നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. അത് കോളേജിൽ കുറച്ച് കഴിഞ്ഞിട്ടാ വന്നത്. ഇനീഷ്യലി കണ്ണൂർ സ്പിരിറ്റ് ആണ്. അല്ല ആക്ച്വലി ജോയിൻ ചെയ്തതുകൊണ്ട് തന്നെയാ എന്നെ. അതായത് എല്ലാവരുടെയും സെന്റേഴ്സ് ഉണ്ട്. ഇപ്പൊ 15 സെന്റേഴ്സ്, ഓൾ ഇന്ത്യ മോർ ദാൻ 15 സെന്റേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് റാങ്ക് വൈസ് ആണ് എടുക്കേണ്ടത്. എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, നമ്മള് ഓറിയന്റേഷന് പോയ സമയത്ത് നമുക്ക് റാങ്ക് വൈസ് ഇങ്ങനെ ഡൽഹി, മുംബൈ എവിടെയാന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ എന്റെ റാങ്ക് വന്ന് ക്യാമ്പസ് അല്ല സിറ്റുവേഷൻ അല്ല ഇന്റർവ്യൂ റൗണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ എല്ലാ ക്യാമ്പസിലും സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് അവിടുത്തെ ഇരിക്കുന്ന മാം ചോദിച്ചു, ആര് ഷുവർ ഇവിടെ തന്നെയാണോ വേണ്ടത്, അവിടെ ബാക്കി മെയിൻ ക്യാമ്പസസിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മാം ഇവിടെ തന്നെയാണ് വേണ്ടത്. അങ്ങനെയാണ് അവിടെ എടുക്കുന്നത്. അവിടെ എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് പഠിക്കാന്നുള്ള ഒരു സാധനം ഉണ്ട്. പിന്നെ പാരന്റ്സിനും മോള് നാട്ടിൽ തന്നെ ഓപ്പോസിറ്റ് ആയിരുന്നു. പപ്പ ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ വിളിച്ചിട്ട് വെച്ച് പോണോ, ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, ബാംഗ്ലൂര് പോണോ, കണ്ണൂർ തന്നെ പോണോ, ഓപ്പോസിറ്റ് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പപ്പ വിളിച്ചിട്ട് ഉമ്മ ഉണ്ടായി. ഉമ്മ ചോദിച്ചു നിനക്ക് ഉറപ്പല്ലേ? ഞാനാണെങ്കിൽ 12th കഴിയാൻ നിൽക്കുന്നത്. ഞാൻ ആക്ച്വലി മലപ്പുറം കണ്ണൂർ കോമ്പിനേഷൻ. പപ്പ മലപ്പുറം, ഉമ്മ കണ്ണൂർ. അപ്പം മലപ്പുറത്ത് നിന്ന് എങ്ങനെയെങ്കിലും ചാടിയിട്ട് കണ്ണൂരേക്ക് വരേണ്ട ഫുൾ പ്ലാനിലാണ് ഞാൻ നിന്നത്. അപ്പൊ നിഫ്റ്റി കയറലായിരുന്നു എന്റെ ഒരു ലക്ഷ്യം, കണ്ണൂര് നിൽക്കാൻ വേണ്ടിട്ട്. അതന്നെ ഈ പറഞ്ഞ നമ്മുടെ രണ്ടാള് പാരന്റ്സിനും, എന്റെ പാരന്റ്സിന് ഇതായിരുന്നു, ഇവളെ പാരന്റ്സിനെ കണ്ണൂര് നിക്കണം. എന്റെ പാരന്റ്സ് വിളിച്ചിട്ട് വേണോ കണ്ണൂര് വേണോ, ബാംഗ്ലൂര് പോയിക്കൂടെ, അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് അതെല്ലാം, അതായത് എന്തോ ഒരു
ഒരു ഫ്ലോയില് വന്ന പോലെയാ തോന്നിയത്. കാരണം ഞങ്ങൾ രണ്ടുപേരും സെയിം ബാച്ചിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ പിന്നെ ഒരു സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പം, സെക്കൻഡ് ഇയറിലാണ് ആക്ച്വലി നമ്മൾ പരിചയപ്പെടുന്നത്. ഫസ്റ്റ് ഇയർ നമ്മൾ വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അപ്പൊ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് പ്രൊജക്ട്സ് ഒക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരു കോമ്പിനേഷൻ, നമ്മൾ രണ്ടുപേരും നാട്ടിൽ തന്നെ ആയതുകൊണ്ട് ബാക്കി എല്ലാവരും ഓരോ സ്ഥലത്ത് വെക്കേഷന് പോവല്ലോ. അപ്പൊ നമ്മളങ്ങനെ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് കണ്ണൂർ ടൂറിസത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്താലോ, കണ്ണൂര് മറ്റേ എല്ലാം കണ്ണൂർ റിലേറ്റഡ്. നമ്മൾ DTPCയിലൊക്കെ പോയിട്ടോ, കണ്ണൂര് കളക്ടർ അടിപൊളിയായിരുന്നു. നല്ല മീർ മുഹമ്മദ് അലി. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആക്ച്വലി ഗ്രാജുവേഷൻ പ്രൊജക്റ്റ് ചെയ്യുന്നതും ഒന്ന് ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിലും ഒന്ന് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിലും, അത് രണ്ടും ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആക്ച്വലി പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ബ്രാൻഡ് തുടങ്ങിയത്. മേ ബി നമ്മൾ ഗ്രാജുവേഷൻ പ്രൊജക്റ്റ് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഇപ്പോൾ ഇവിടെ ഇരിക്കില്ലായിരുന്നു. കാരണം ആ ഒരു പ്രൊജക്റ്റിലാണ് നമ്മളൊരു 6 years എൻറ്റയർലി നമ്മൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ഒന്നും കൂടി റിയലൈസേഷൻ വന്നത്. അതിന് മുന്നേ നമ്മളിങ്ങനെ പറയും കണ്ണൂർ നിഫ്റ്റ് എന്തിനാ കണ്ണൂർ വന്നതെന്നൊക്കെ പറയും നമ്മൾ ക്ലാസ്സിലെ കുട്ടികൾ വന്നിട്ട്. കാരണം കൊച്ചി, ട്രിവാൻഡ്രം, കേരള ക്യാമ്പസ് ഒബ്വിയസ്ലി അവിടെ എവിടെയെങ്കിലും വരേണ്ടതാണല്ലോ. അപ്പൊ ഈ കണ്ണൂരിൽ ഈ കൈത്തറി ട്രഡീഷണൽ ആയിട്ടുള്ള സാധനം ഉള്ളതുകൊണ്ടാണ് കണ്ണൂർ ക്യാമ്പസ് അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ ഓക്കെ അതുകൊണ്ടാണല്ലേ എന്നല്ല നമ്മൾ വന്നേരം റിയലൈസ് ചെയ്യുന്നത്. പിന്നെ അവർക്കും ഇപ്പൊ നമ്മൾ വീവേഴ്സിലെല്ലാം പോയാൽ നമുക്ക് എല്ലാ ഇയേഴ്സും ഇപ്പം ടെക്സ്റ്റൈൽ ഉണ്ട്, ഫാഷൻ ഡിസൈൻ, എല്ലാവർക്കും ക്രാഫ്റ്റ് റിലേറ്റഡ് പ്രോജക്ട്സ് ഉണ്ട്. അപ്പം പിള്ളേർ പോവും, അവിടുന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യും, പോരും. അപ്പൊ അവരെന്നെ ചോദിക്കും നിങ്ങൾ വന്നിട്ട് നമുക്കെന്താ? ലൈക്ക് അത് ശരിയാണ്. അതായത് നമ്മളവിടെ പോകുന്നു, നമ്മൾ ബെനിഫിറ്റ്സേ നോക്കുന്നുള്ളൂ. നമുക്ക് ചെയ്യണം, ഇറങ്ങണം, പോകണം, മാർക്ക് കിട്ടണം, ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം അതായത് ഈ പ്രോജക്ട്സ്, ക്ലസ്റ്റർ പ്രോജക്ട്സ് വെക്കുന്ന അല്ലെങ്കിൽ ക്രാഫ്റ്റ് ബേസ്ഡ് പ്രോജക്ട്സ് കോളേജിൽ വെക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്, വീവേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ. അവർക്ക് വേണ്ടിയിട്ട് ലൈക്ക് സ്റ്റുഡൻസിൽ ഒരു ഇത് വരുമല്ലോ, ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതൊക്കെ കിട്ടാനും പിന്നെ അവരെ ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ. അപ്പം പക്ഷെ അതിനുള്ള ബെനിഫിറ്റ്സ് ഒന്നും അവർക്ക് സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. അതവരെ എപ്പോഴും ചോദിക്കുന്നത് ഇവര് പിള്ളേർ വന്നിട്ട് അല്ല ഈ അതിനൊരു ചേഞ്ച് ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞേ, ഇപ്പൊ ഇനീഷ്യലി നിങ്ങൾ പോയപ്പോഴേ അല്ല ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രിന്റ് വേണം അല്ലെങ്കിൽ ഇത് സംഭവം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോ അവര് തന്നെ ചോദിക്കുന്നില്ലേ മോളെ ഇതൊക്കെ? അപ്പൊ ആ ഒരു അവർക്ക് അത് അവരുടെ ഒരു എക്സ്പെക്ടേഷൻ ഇപ്പം ഇതൊരു സക്സസ്ഫുൾ ബിസിനസ് മോഡൽ ആയപ്പോ ഉള്ള അവരുടെ ഒരു ചേഞ്ച് മേ ബി അവരെ മീൻസ് ഈവൻ മേ ബി ഫാമിലി വൈസ് അവർക്ക് ഒരു അപ്ഗ്രേഡ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? കാരണം ഒരു നോർമൽ സാധനം തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് അത് അവരെ ഗൈഡ് ചെയ്യാനും അവരെ ഒരു ഗ്ലോബൽ സിനാരിയോയിലേക്ക് മാറ്റാനും നിങ്ങൾ അതിന് നിമിത്തമായി എന്ന് പറയാം. അപ്പൊ ഇപ്പൊ അവരുടെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് എന്താണ് നിങ്ങൾ കാണുമ്പോൾ? അവര് ഭയങ്കര ഹാപ്പിയാണ്. അതായത് നമ്മളുടെ സാധനല്ലേ ഇപ്പൊ മമ്മൂക്ക് ഇട്ടത്, അപ്പൊ നിങ്ങൾ അതെല്ലാം ചെയ്ത് നമുക്ക് ഭയങ്കര സന്തോഷായി. അവരിത് സ്ഥിരമായിട്ട് എത്രയോ കാലമായിട്ട് പണിയെടുക്കുന്നു. അപ്പൊ ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഈ ഷർട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ പയ്യനൊരു ബാലൻസറിനെ ഇങ്ങനെ കാണിച്ചെടുക്കുന്ന ഖാദിയുടെ സാർ പറഞ്ഞു ഇത് കൊള്ളാം, ഇതിനെ കൊണ്ട് ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ, എന്നാൽ എനിക്കൊരു ഷർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഷർട്ട് ആദ്യം ചെയ്യുമ്പോൾ സാറിന് ഒരു പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് ഞാൻ സാർ ഈ റീല് കണ്ടോന്ന് പറഞ്ഞിട്ട് സാറിന് അയച്ചെടുത്തു. എന്തിനാ ഇതെന്റെ ഷർട്ടല്ലേ, നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയതല്ലേ. അപ്പൊ അവർക്കും അവരുടെ ഒരു സാധനം ഒരു മമ്മൂക്കനെ പോലുള്ള ഒരു വ്യക്തി ഇടുക, അങ്ങനെയുള്ളൊരു ഹാപ്പിനെസ് അവർക്കും കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റോറിയെല്ലാം ഷെയർ ചെയ്യും, അവിടുത്തെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരെല്ലാം ഈ നമ്മളെന്തെങ്കിലും സ്റ്റോറി ഒന്ന് അയച്ചൊരു വീഡിയോ അയച്ച അവരുടേതായ അവരെ സാധനം എന്നുള്ള രീതിക്ക് ആ ഒരു പ്രൈഡിൽ തന്നെയാണ്. ഇപ്പൊ വേറെ ഒരു ചേട്ടനുണ്ട്, അവരാണെങ്കിലും എന്താന്ന് ഞാനെപ്പോഴും പറയും നിങ്ങളെ കുറിച്ച്, ഞാൻ എവിടെയെങ്കിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോ നിങ്ങളെ കുറിച്ചാ പറയല്. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇത് ഇപ്പൊ എത്രത്തോളം മീൻസിലേക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ആസ് വിമൻ എന്റർപ്രണേഴ്സ് എപ്പോഴും അവർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മാക്സിമം ഗിവിംഗ് ബാക്ക് ടു ദ വിമൻ കമ്മ്യൂണിറ്റി തന്നെ. അതായത് അവർക്ക് ആ സ്ട്രഗിൾ അറിയാവുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ വിമനെ എംപ്ലോയേഴ്സായിട്ട് എംപ്ലോയ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യും. അപ്പോൾ എത്രത്തോളം ആൾക്കാർ ഇപ്പം ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവർ, ആൻഡ് എന്താണ് അങ്ങനെ ഒരു പ്രോസസ്?
ആളുണ്ട്. ഞങ്ങളിപ്പോ വീവിങ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു 20+ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിട്ട് വർക്ക് ചെയ്യും. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ചെയ്യിപ്പിക്കുന്നതല്ല, എല്ലാവർക്കും വർക്ക് കിട്ടണം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഓരോ സ്ഥലത്ത് നമുക്കിപ്പോൾ ഓക്കെ ഇന്ന ഡിസൈൻ ഇന്ന വീവർ ചെയ്താൽ നല്ലതുണ്ടാവും, ഇന്ന യൂണിറ്റ് നിന്ന് ചെയ്താൽ നല്ലതുണ്ടാവും, നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മളിപ്പം എംബ്രോയിഡറിയുടെ കേസാണ് നമ്മളൊരു വാല്യൂ എഡിഷൻ പോലെ കംപ്ലീറ്റ്ലി ഹാൻഡ് എംബ്രോയിഡറി എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ സാധാരണ വീട്ടിലെ ആൾക്കാർ എംബ്രോയിഡറി ശീലമുണ്ടെങ്കിലും കേരളത്തിൽ കമ്പാരിറ്റീവ്ലി അത് കുറവാണ്. അപ്പൊ ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു സാധനം ഇവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാം, അതിൽ ഇവർക്ക് ഒരു പൈസ വരും, അവരെ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞപ്പോഴേക്കും അവർക്കും സന്തോഷം. അപ്പൊ നമ്മൾ ഇതിനോട് താല്പര്യമുള്ള കുറച്ച് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്തു. അപ്പൊ അവരിപ്പോ റെഗുലർ ആയിട്ട് 3-4 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ കണ്ണൂരുള്ള കുറെ ചേച്ചിമാരുണ്ട്, റെജില ചേച്ചി, ശാലിനി ആന്റി, ഷംന. അപ്പം അവർക്കും നമ്മൾ ഭയങ്കര കാര്യമാണ്. അതായത് അവർക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നു, അവരെ ടാഗ് അവർക്ക് ഇവിടെ പ്രൊഡക്റ്റിൽ കാണുന്നു. അത് ഞാനൊരു മീൻസ് ലൈക്ക് ഞാൻ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ഒരു ഡിസ്പ്ലേ കാണുന്നത്. അത് ഹൂ മെയ്ഡ് ഇറ്റ് അല്ലേ, അവരുടെ വിത്ത് ദെയർ ഫോട്ടോ ആൻഡ് അവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അവരെ കുറിച്ച്. എന്താ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഒരു പ്രചോദനം എന്താ? നമ്മളിപ്പം ബംഗ്ലാദേശിലെല്ലാം കാണുന്ന ഇപ്പൊ ലേബർ എക്സ്പ്ലോയിറ്റേഷൻ ഭയങ്കര. അന്നേരം ആക്ച്വലി ഈ ഹൂ മെയ്ഡ് ക്ലോത്ത്സ് തന്നെ ക്യാമ്പയിൻ ഉണ്ട്. അത് ഇറ്റ് വാസ് എ ഡിഫറെന്റ് ക്യാമ്പയിൻ. അതായത് നമ്മൾ പ്രോഡക്റ്റ് ആരാ ചെയ്യുന്നത്, പിന്നെ അവരെ എക്സ്പ്ലോയിറ്റേഷനെ എഗൻസ്റ്റ് ആയിട്ട് ഒരു ക്യാമ്പയിൻ പോലെ വന്നത്. നമ്മൾ അത് എടുത്തിട്ട് നമ്മൾ പ്രോഡക്റ്റ്സ് ഒന്നും കൂടി ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നവർക്ക് ക്രെഡിറ്റ് കിട്ടണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ അത് എന്തായാലും മസ്റ്റായിട്ട് ഇപ്പം എല്ലാത്തിലും വെച്ചിട്ടുണ്ട്, വെക്കണം. നമ്മളതൊരു ഭയങ്കര മസ്റ്റായിരുന്നു. അവർക്കാണെങ്കിൽ അവര് ചെയ്തൊരു സാധനം ഒരാൾ വാങ്ങിക്കുമ്പോ അത് അവരാണ് ചെയ്തതെന്ന് അവർക്ക് അതിൽ കാണുന്ന ഒരു ഹൈ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്കും അത് ഭയങ്കര സന്തോഷം. അപ്പൊ ചോദിക്കും, ഓ ദിസ് പേഴ്സൺ മേഡ് ക്ലോത്ത് അല്ല മേഡ് ഷർട്ട് എന്നല്ല പറഞ്ഞിട്ട് ഫുൾ അവരെ കുറിച്ച് ചോദിക്കും. ഇപ്പൊ നമ്മൾ പ്രോസസ് ആണെങ്കിൽ ജസ്റ്റ് ഇത് എല്ലാം ആയിക്കോട്ടോ. കസ്റ്റമേഴ്സ് വരുമ്പോൾ ഈച്ച് ടാഗ് ദേ go through everything. അപ്പം they are very eager to know the story behind the product. അപ്പം അവർക്കും അതൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. ഈ ഓൺടർപ്രണർഷിപ്പിനോട് കുറിച്ച് അല്ലെങ്കിൽ ജനറലി നമ്മുടെ നാട്ടിലൊരു സംസാരമുണ്ട്, അതായത് ഫാമിലിയുടെയും സുഹൃത്തുക്കളുടെയും കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നിങ്ങൾ എങ്ങനെ ഒരുമിച്ച് ലാൻഡ് ചെയ്തു? ബിസിനസിനെ പറ്റി നമ്മൾ ഭയങ്കരമായി ചിന്തിക്കാത്തോണ്ട് ഇതൊരു ബിസിനസ് മോഡലായിട്ട് നിങ്ങൾ ആദ്യം ചിന്തിച്ചില്ല. ഓക്കെ, അതാണ് ചിന്തിച്ചത്. നമുക്ക് രണ്ടാക്കും നിന്നാ നമുക്ക് ഇതൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഗ്രാജുവേഷൻ പ്രൊജക്ട് ആണെങ്കിൽ രണ്ടാളും സെപ്പറേറ്റ് പ്രൊജക്റ്റാ. നമ്മൾ രണ്ടുപേരും ഫുൾ കംപ്ലീറ്റ്ലി നമ്മൾ രണ്ടാളും ഒരുമിച്ചാ ചെയ്യുന്നത്. കോളേജിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ 2 പ്രൊജക്ട്, പക്ഷെ എല്ലാ ദിവസവും ഈ 6 മാസം നമ്മൾ ദിവസം രാവിലെ കാണും, ഒപ്പര പഠിക്കും, തിരിച്ചു വരുന്ന അവസ്ഥ. നമുക്ക് ആക്ച്വലി ഒരു 4 weeks പോകേണ്ട ആവശ്യമുള്ളൂ. യൂഎസിലാണെങ്കിലും ഇപ്പം ക്രാഫ്റ്റ് റിലേറ്റഡ് എന്താണെങ്കിലും ആകെ ഒരു 4 weeks ആയിട്ട് 4 weeks അല്ലേ പോകേണ്ട ആവശ്യമുള്ളൂ റെഗുലർ. നമുക്ക് ഇതിനോട് ഓവർ ഇത് കാരണം നമ്മൾ ദിവസം പോകും. അങ്ങനെ ആ ഒരു എന്തൂസിയാസം നമുക്ക് രണ്ടുപേർക്കും അതായത് ഒരു കോംബോ വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് തോന്നി. അപ്പൊ ആ ഒരു ഫ്ലോയിൽ അങ്ങ് നമ്മൾ തുടങ്ങിയത്. അതായത് നമ്മൾ ബിസിനസ് ഫ്രണ്ട്സ് ബിസിനസ് തുടങ്ങിയ പ്രശ്നമാവും. ആ സമയത്ത് അതൊന്നും ആലോചിക്കാനുള്ള ഒരു ബുദ്ധി ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ നടന്നുപോയി. അതിന്റെ ഒരു പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ നമുക്കൊരു പല ഡിസിഷൻ മേക്കിങ്ങിലും നമുക്കൊരു കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട് അല്ലേ, പല സന്ദർഭങ്ങളിൽ ഇപ്പോൾ ആരുടെയാണെന്നുള്ള. അപ്പൊ നിങ്ങൾ ഈ കോൺഫ്ലിക്ട്സ് എങ്ങനെ റിസോൾവ് ചെയ്യുക, എങ്ങനെ, വാട്ട് ഈസ് യുവർ ടേക്ക്? രണ്ടുപേരും കുറച്ചേരം മിണ്ടാണ്ട് ചിന്തിക്കോ അതോ ഇത് അടിച്ചു തീർക്കോ? ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്, ഫർസിൻ എന്ന് പറഞ്ഞിട്ട്. ഫർസിൻ ഇപ്പൊ സൂയിയുടെ പാർട്ട്ണറാ. അപ്പൊ നമ്മള് 3 പേരും എന്നുള്ള ഒരു കോംബോ ആണ് ഇപ്പൊ വർക്ക് ആവുന്നത്. അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടെങ്കിലും നമുക്ക് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അപ്പൊ ഫ്രണ്ട്സ് ആണെന്നുള്ള ഒരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇവക്ക് എന്താന്ന് എഫക്ട് ചെയ്യും. എന്നെ എങ്ങനെ പറഞ്ഞാലും ഞാൻ എഫക്റ്റഡ് ആവാം. ഇപ്പൊ അവനക്കാണെങ്കിലും ആ ഒരു ഇതുണ്ട്. പക്ഷെ പറയേണ്ടത് പറയട്ടോ, അത് നമുക്ക് ഒബ്വിയസ്ലി പറയാണ്ട് ഓപ്ഷൻ ഇല്ലല്ലേ. നമ്മളിപ്പോ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിൽ വെച്ചിട്ട് നീ അന്ന് എന്നോട് അങ്ങനെ ചെയ്തില്ലേ. ഇതിപ്പോ നമുക്ക് അവിടെ ട്രാൻസ്പെറന്റ് ആയിട്ട് അന്നത്തെ എന്താണ് ഇഷ്യൂ അത് റിസോൾവ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ പോവാന്നുള്ളതല്ലാണ്ട് ഓപ്ഷൻ ഇല്ല. പിന്നെ നമ്മളിത് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ലൈക് ബിസിനസ് വേറെ പേഴ്സണൽ.
പേഴ്സണൽ ഇതിലും നമ്മൾ തന്നെയാണ് ഹാങ് ഔട്ട് അതെ. ഇപ്പൊ ഇനീഷ്യലി ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞപ്പം ഈ റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും. നിങ്ങൾക്ക് എന്തായാലും ഒരു ജോലി കിട്ടില്ല. ഐ തിങ്ക് നിങ്ങൾ പ്ലേസ്ഡ് ആയിരുന്നു തോന്നുന്നല്ലേ ആഫ്റ്റർ ഓൾമോസ്റ്റ് ഇവർ ഓടിക്കളഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത്. ഫോണിന്റെ ബാക്കിൽ ഒളിച്ചു. അപ്പോ നിങ്ങൾക്കൊരു ലൈക്ക് ഒരു 9 to 5 അല്ലെങ്കിൽ ഒരു ജോബിലേക്ക് സെറ്റിൽ ആവുന്നതിലും നിങ്ങൾക്ക് അപ്പൊ വീട്ടിൽ നിന്ന് ചോദിക്കുമല്ലോ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യണോ, ഇത് നിങ്ങൾക്ക് സെറ്റ് ആവുമോ എന്നൊക്കെ. അപ്പൊ അവരുടെ ഇപ്പത്തെ ഒപ്പീനിയൻ എന്താ? ഇപ്പൊ മറ്റേ ഇതാണ് മറ്റേ ഇതില്ല, അത് ക്ലൗഡിലാണ് ഇപ്പൊ അവര് അതേ നാട്ടുകാർക്ക് അതേ ഞാൻ പറഞ്ഞതാ ഇവര് ശരിയാവും, ഇവര് അടിപൊളിയാണ്, ആ സീനാണ്. പക്ഷെ നമ്മള് വീട്ടുകാർക്ക് പണ്ടേ ഒന്നിനോട് അങ്ങനെ റെസ്ട്രിക്ഷൻസ് അങ്ങനത്തെ ഇതൊന്നുമില്ല. നമ്മള് ചെയ്യുന്നുണ്ട്, നന്നാവുമായിരിക്കും. അവർക്ക് നമ്മൾ കഷ്ടപ്പെടുന്നുള്ളതിന്റെ ഒരു ബുദ്ധിമുട്ടാ. അവര് പറയും നമ്മൾ രാവിലെ മുതൽ രാത്രി, അന്നേരം നമ്മൾ കോളേജ് കഴിഞ്ഞ് തുടങ്ങിയ സമയത്താണെങ്കിലും രാത്രി വീട്ടിലെത്തി 8 മണിക്കൊക്കെ ഓഫീസിൽ നിന്ന് പോകുന്നത്. അപ്പൊ അവരൊരു ഈ സമയത്ത് നിങ്ങൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നേ, നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ വൃത്തിക്ക് ശമ്പളം കിട്ടും, ഇത്ര സമയം പണിയെടുക്കണ്ട. ഇനിയിപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവര് ദിവസം വിളിക്കും രാത്രി, എന്താ എവിടെയല്ല നമ്മളൊരു ഇങ്ങനെ ഇവിടെ പണിയെടുക്കുന്നത്. അന്നേരം പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് റെസ്റ്റ് എല്ലാം എടുത്തോണ്ട്. അവർക്ക് നമ്മള് റെസ്റ്റ് എടുക്കുന്നില്ല, ഹെൽത്ത് നോക്കുന്നില്ല, അങ്ങനത്തെ കൺസേൺ അല്ലാണ്ട് വേറെ ഇങ്ങനെ മോണിറ്ററി സാധനങ്ങളൊന്നുമല്ല, നമ്മളെ ഹെൽത്ത് നോക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ കൺസേൺ. എന്റെ പപ്പല്ല ഉച്ചക്കേ വിളിക്കുള്ളൂ ഫുഡ് അയച്ചോ. അതുപോലെ അതാണ് അവര് മെയിൻ കൺസേൺ. അവരും പ്രൗഡാണ്. ലൈക്ക് അവരുടെ പെൺകുട്ടികൾ, പൊതുവെ ആൾക്കാർക്ക് പെൺകുട്ടികള് എന്താ ഭയങ്കര പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലോ ചെറുപ്പത്തിലൊക്കെ. അപ്പൊ ഇപ്പൊ വലുതായി പെൺകുട്ടികളൊക്കെ നന്നായിട്ട് ജീവിക്കുന്നു. ഫ്ലെക്സ് അടിച്ചു അച്ഛന് ഭയങ്കര പോപ്പുലറാ നാട്ടില്, അതെങ്കിലും ലൈക് ശില്പിയ. അപ്പൊ എല്ലാവർക്കും അറിയാം അച്ഛൻ എന്തെങ്കിലും സ്റ്റോറി ഇടുമ്പോഴത്തേക്കും നാട്ടുകാർ ഇപ്പം ഇറ്റ്സ് ഓൾവേസ് ഗിവിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി. അപ്പൊ ഞാൻ കണ്ടു നിങ്ങളുടെ എംപ്ലോയേഴ്സിന്റെ ഒരു റാമ്പ് വാക്കും ഒരു ഫാഷൻ വാക്കും അവരുടെ ഒരു സെലിബ്രേഷൻ ഒക്കെ. അപ്പൊ എന്താ അങ്ങനെ ഒരു തോട്ടിനുള്ള കാരണം? അത് നമ്മൾ ആക്ച്വലി ആനിവേഴ്സറി ടൈമിൽ ചെയ്തത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ആനിവേഴ്സറി നമ്മൾ വീവേഴ്സിൽ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഇയർ ആണെങ്കിൽ അതിന് മുന്നത്തെ ഇയർ ആണെങ്കിൽ ഡിഫറെന്റ് വീവേഴ്സ് സൊസൈറ്റീസ് ആയിരുന്നു. അപ്പം ഇപ്പൊ ലാസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഗെയിംസ് ആക്കി കുറച്ച് അവർക്ക് അവരെ ഒരു ഡേ ആയിട്ടാണ് നമ്മൾ കൂടുതൽ അതിന്റെ കൺസേൺ. നമ്മളെ ഡേനെക്കാട്ടിലും അവർക്കൊരു എൻജോയ് ചെയ്യാനുള്ള ഡേ. അപ്പൊ നമുക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, ഇവരെല്ലാം ലൈക്ക് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യോ ഒന്നും അറിയില്ലല്ലോ. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് നമ്മളെക്കാട്ടിലും ഫാഷൻ ഷോ എന്ന് പറഞ്ഞ ഇവരാരും വരുന്നത്. ഫാഷൻ ഷോ എന്ന് പറയുമ്പോഴേക്കും കുറെ ആൾക്കാർ കൈവെക്കുന്നു, എല്ലാരും വരുന്നു, ഞാൻ എന്താ ഇടണ്ടേ ചോദിക്കുന്നു. നമ്മൾ ആക്ച്വലി കുറച്ച് ഡ്രസ്സേ കൊണ്ടുപോയിട്ടുണ്ടായില്ല, നമുക്കറിയില്ല ഇവരെങ്ങനെ അത് എടുക്കാന്ന്. അവിടെ പോയി നോക്കുമ്പോ എല്ലാരും കൈ പോക്കും. ലാസ്റ്റ് അവര് കുറച്ച് നമ്മള് ഷർട്ട്സ് ഒക്കെ വെച്ച് സ്റ്റൈലൊക്കെ ചെയ്ത് നമ്മള് സാരീസും ഷർട്ട്സ് ഒക്കെ ഇപ്പൊ അതിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഫ്യൂഷൻ ടൈപ്പിലൊക്കെ ചെയ്ത് അവരാണെങ്കിൽ നല്ല കിടിലനായിട്ട് ബേസിക്കലി അവരെ സന്തോഷം. ഇപ്പൊ അവരും ഭയങ്കര ഹാപ്പിയാ നമ്മളെ കാണും. ഇനി ഇപ്പൊ അടുത്ത പരിപാടി ഒരു കൊല്ലം ഇനി വരുന്നില്ല എന്നൊക്കെ ചെയ്യും. ഇപ്പൊ ലാസ്റ്റ് നമ്മള് കണ്ടപ്പോ എപ്പോഴാ പരിപാടി, നമ്മളൊക്കെ റെഡിയാന്നിട്ടോ. അപ്പോ ആൻഡ് ഓൾസോ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പാർട്ട് അല്ലേ, നമ്മളെ ടേക്ക് കെയർ ചെയ്ത് നമ്മളുടെ എംപ്ലോയീസിനെ വി ആർ ഓൾസോ ടേക്ക് കെയർ ഓഫ് ദം. അപ്പോൾ ദാറ്റ് ഈസ് റിയലി നൈസ് തോട്ട്. അപ്പോൾ ഇനി മൂവിങ് ഓൺ, നമ്മളിപ്പം യങ് ജനറേഷൻ ഇസ് ഓൾവേസ് ബിഹൈൻഡ് ഫാസ്റ്റ് ഫാഷൻ. എനിക്ക് ക്വിക്കായിട്ട് നാളെ സ്റ്റൈലിഷ് ആയിട്ട് പോകണം, മീൻസ് അങ്ങനെ ഐ നീഡ് വെറൈറ്റി. പക്ഷെ ഒരു ഹാൻഡ്ലൂമിന്റെ കാര്യത്തിൽ ഇറ്റ്സ് മോർ ഓഫ് ഒരു സസ്റ്റൈനബിലിറ്റി ആണ്. ആൻഡ് ഓൾസോ ഐ തിങ്ക് ഇതിന്റെ ഒരു ഷെൽഫ് ലൈഫ് ഇസ് മീൻ റിയലി ഗുഡ് അല്ലേ. എനിക്ക് കാലകാലം മേ ബി എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു ഖാദി ഒരു ഷർട്ട് എനിക്ക് ഐ തിങ്ക് ഒരു 5-6 വർഷം പ്ലസ് അല്ലേ, പ്ലസ് മേ ബി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഫോർ എ ലൈഫ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ആൻഡ് ഈവൻ ഐ ക്യാൻ ഹാൻഡ് ഇറ്റ് ഓവർ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. എന്നാലും നമ്മുടെ ഫാബ്രിക്കിൽ ഒന്നും പറ്റത്തില്ല. പക്ഷെ അത് നമ്മുടെ ഇന്നത്തെ ജനറേഷൻ ഇസ് നോട്ട് ടേക്കിംഗ് ദാറ്റ് ഇൻ കൺസിഡറേഷൻ. നമുക്ക് എപ്പോഴും ഫാസ്റ്റ് ചേഞ്ച് ഫാസ്റ്റ് ഫാഷൻ ആണ് വേണ്ടത്. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? അത് ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ ട്രെൻഡ് ഫോക്കസ്ഡ് ആയിട്ട് വരുന്നോണ്ടാണ് കൂടുതലും പിള്ളേർ അതിന്റെ ബാക്കിൽ പോകുന്നത്. അതായത് പുതിയത് വേണം, പിന്നെ ചീപ്പർ റേറ്റ്സിൽ സാധനം കിട്ടുമ്പോൾ ഓബ്വിയസ്ലി ഓക്കെ നമുക്ക് ഇത്ര പൈസക്ക് സാധനം കിട്ടുന്നുണ്ട്, വാങ്ങിച്ചിടുന്നതിൽ ലൈക്ക് യൂസ് ആൻഡ് ത്രൂ വൺ ടൈം
ഇട്ടു അല്ലെങ്കിൽ ട്വൈസ് ഓർ ത്രൈസ് ഇട്ടു കളയുന്നു, അത്രയല്ലേ പ്രൈസ് വരുന്നുള്ളൂ എന്നുള്ള ഒരു തോട്ടിലാണ് അവരെ കൂടുതൽ കൺസ്യൂമറിസം കാരണം അത് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ ബാക്കിലുള്ള ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ വാങ്ങിക്കുന്ന സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇത് എത്രത്തോളം നമ്മൾ ബോഡിക്കും അറ്റ് ദ സെയിം ടൈം എൻവയൺമെന്റിലും ഈക്വലി ഹാംഫുൾ ആണെന്നുള്ളതും റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതും. അതായത് ഇപ്പൊ നമ്മളൊരു ഫാബ്രിക് പോളിയസ്റ്റർ അതൊക്കെ മിക്സ് ആയ ഫാബ്രിക് വാഷ് ചെയ്യുമ്പോൾ ഇതൊന്ന് മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പം അത് ഒബ്വിയസ്ലി പ്ലാസ്റ്റിക് എന്ന് പറയുമ്പം എൻവയൺമെന്റ് വാട്ടർ ബോഡീസിലേക്ക് പോകും. ബാക്കി അതൊരു സൈക്കിളാണല്ലോ, അത് എല്ലാ ചെയിനായിട്ട് എല്ലാത്തിനും എഫക്റ്റ് ആവും. അപ്പം അത് റിവേഴ്സ് ഇതിൽ നമ്മൾ അത് കൺസ്യൂമും ചെയ്യും. അപ്പം അതറിയാത്തോണ്ടാണ് ബേസിക്കലി ഇത്. പിന്നെ ചീപ്പർ റേറ്റിൽ കിട്ടുന്നോണ്ട് ഓക്കെ ഇത് വാങ്ങിക്കാൻ കളയാം. പക്ഷെ ഈ ഒരു സസ്റ്റൈനബിൾ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ മാറി വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും കുറെ ആൾക്കാർക്ക് അറിയാം എന്താ ഇപ്പൊ നമ്മൾ ഇത് ഹാൻഡ്ലൂം ഇതിങ്ങനെ ഉണ്ടാക്കുന്നത്, നമ്മള് കാർബൺ ഫുട് പ്രിന്റ് കുറവാ അങ്ങനെല്ലാം പറയുമ്പോഴത്തേക്കും ഓക്കെ അവർക്ക് ചില ആൾക്കാർക്ക് ഒക്കെ ഹാൻഡ് വോവൺ അപ്പൊ ഇങ്ങനെ ആയിരിക്കും എന്തായാലും വാങ്ങിക്കണം, പിന്നെ ഈ ഒരു ഇത് സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഇപ്പൊ കോൺഷ്യസ് അവയർനെസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതന്നെ കോസ്റ്റ് പിന്നെ യങ്ങർ ഇത് നമ്മൾ ഏർണിംഗ് അല്ലല്ലോ. അപ്പം ഒബ്വിയസ്ലി സസ്റ്റൈനബിലിറ്റി കംസ് വിത്ത് പ്രൈസ്. പിന്നെ ആൾക്കാർക്ക് ഇത് അറിയാത്തതിന്റെ പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും പാരന്റ്സ് സ്പെൻഡ് ചെയ്യുന്നതിൽ അധികം ആലോചിക്കില്ല, അവർക്ക് വേണ്ടി അവർ അത്രയും സ്പെൻഡ് ചെയ്യാൻ തയ്യാറാ. പക്ഷെ ഇവര് മറ്റേ ബാബി ഡോൾ സിൻഡ്രല്ലൊക്കെ പോലത്തെ ഭയങ്കര നെറ്റ് അങ്ങനത്തെ സിന്തറ്റിക് ഫാബ്രിക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന പാരന്റ്സ് നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഓക്കെ അത് കുട്ടിക്ക് കംഫർട്ടബിൾ അല്ല, കുട്ടിക്കത് ഇങ്ങനെ ഇഷ്യൂസ് വരും, സ്കിൻ റാഷസ് വരും, ഇങ്ങനത്തെ ഒന്നും പറ്റി ബോധരല്ലാത്ത കുറേ പാരൻസ് ഉണ്ട്. എന്നാൽ അതേ സമയത്ത് അവർ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് വാങ്ങിക്കൊടുക്കുന്നതാണെങ്കിൽ കുട്ടികൾക്കും ഭയങ്കര, നമുക്ക് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്കൊരു സിന്തറ്റിക് സാധനം ഇട്ടിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ പോലും നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇതേ സമയത്ത് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഡ്രസ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ ഓക്കെ നമുക്ക് ഇത്രയും ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം കുട്ടികൾക്കൊന്നും ഒരിക്കലും ഇത് അറിയുന്നില്ല, ഇങ്ങനെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുക. ഇപ്പം ഇനി വലിയ ആൾക്കാർക്കാണെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ പ്രൈസ് റേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതേ പ്രൈസ് റേഞ്ചിൽ സിന്തറ്റിക് സാധനം ഭയങ്കര തിളങ്ങുന്ന അങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ ഉള്ള കുറേ സാധനം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എത്നിക് വെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സാധാരണ ഷോപ്സിൽ പോയിട്ട് വാങ്ങിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 2000 to 5000 10,000 റേഞ്ചിലെ പ്രൊഡക്ട്സ് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഇതാരും ഇതെങ്ങനെ ഉണ്ടാക്കുന്നു, എങ്ങനെ അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എത്രയായിരിക്കും, അതായത് അതായത് എന്താ പറയാ അതന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഫാസ്റ്റ് ഫാഷനില് ഒരു മേജർ നേരത്തെ പറഞ്ഞ പോലെ ഹൂ മേഡ് യുവർ ക്ലോത്ത്സ് അന്നേരം ആ ക്യാമ്പയിൻ വന്നത് ബംഗ്ലാദേശ് ആ ഒരു ഇഷ്യൂ എല്ലാം വന്നപ്പോഴാ, അതായത് അത്രയും എക്സ്പ്ലോയിറ്റേഷൻ ഇതിന്റെ ബാക്കിൽ നടക്കുന്നുണ്ട്, ലേബർ എക്സ്പ്ലോയിറ്റേഷൻ. അവര് ലൈക് ഫെയർലി ലൈക് പെയ്ഡ് ആണോ, ലൈക് ഫെയർ വേജസ് അവർക്ക് കിട്ടുന്നുണ്ടോ ഒന്നും നമ്മൾക്ക്, അതായത് എത്രത്തോളം ഇതിന്റെ പ്രൈസ് കുറയുന്നു അത്രത്തോളം എക്സ്പ്ലോയിറ്റേഷൻ അവിടെ നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇത് റിയലൈസ് ചെയ്ത് ഈ ഒരു സ്ലോ ഫാഷന് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് അതായത് എൻവയോൺമെന്റലിയും അതായത് ആൾക്കാർക്കും ഭയങ്കര നല്ലതായിരിക്കും. എന്താണ് വാട്ട് ഈസ് സുവീസ് ഫ്യൂച്ചർ പ്ലാൻസ്, അല്ലെങ്കിൽ എന്താണ് വാട്ട് ഈസ് യുവർ ഒരു ഗോൾ, എന്താണ്? എല്ലാരും കൈത്തറി ഗ്ലോബൽ ലെവലിലേക്ക് എത്തിക്കണം എന്നാണ്. അതെ, നമുക്ക് എക്സ്പാൻഷൻ ഔട്ട്സൈഡ്, അതായത് നമ്മള് ഒരു ബ്രാൻഡ് നമ്മള് നാട്ടിന്റെ സാധനം പുറത്തെല്ലാവർക്കും എത്തണം. ബാക്കി ഇപ്പൊ നമ്മള് കാണുന്നുണ്ട് ലൂയി വുത്തോൺ അങ്ങനത്തെ ലക്ഷറി ബ്രാൻഡ്സ് ആണെങ്കിലും അല്ലാണ്ട് മൈക്രോ ബ്രാൻഡ്സ് ആണെങ്കിലും കൂടി നമുക്ക് പുറത്തുള്ള മൈക്രോ ബ്രാൻഡ്സിനെല്ലാം നമുക്കറിയാം. അപ്പൊ നമ്മള് ഹോം ഗ്രോൺ ഒരു ബ്രാൻഡാണ്. അപ്പൊ ഇത് അതുപോലെ പുറത്തുള്ളവരും അറിയണം നമ്മളെ നാട്ടിലിപ്പം ഇങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ട്, ഇത് ഇങ്ങനൊരു ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആൾക്കാർ അറിഞ്ഞത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായാലും തിരിച്ചു വന്ന് വാങ്ങിക്കും. അപ്പൊ ആൾക്കാരെ അറിയിക്കാന്നുള്ളതാ. അതിന് ഈ അവാർഡ് നമ്മൾ ആക്ച്വലി മലയാളികൾക്ക് ഈ ബ്രാൻഡ് അറിയിക്കാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമുക്ക് ഇപ്പൊ ഇതുവരെ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ പോലും മലയാളി കസ്റ്റമേഴ്സ് നമുക്ക് ഭയങ്കര കുറവായിരുന്നു. നമുക്ക് ഇന്ത്യൻസ് ഇപ്പൊ മുംബൈ, ബാംഗ്ലൂർ, ഡൽഹി, ഹൈദരാബാദ് ഇവിടുന്നാണ് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ടായത്, പിന്നെ അബ്രോഡും. അതല്ലാണ്ട് മലയാളി കസ്റ്റമേഴ്സ് നമുക്ക് വിരലിൽ എണ്ണാവുന്ന കസ്റ്റമേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നു. അത് ഈ ഒരു ഇവന്റോട് കൂടി മമ്മൂക്ക ഷർട്ട് ഇട്ടതിനോട് കൂടി അതാ ഞാൻ പറഞ്ഞത് കൈരളിയുടെ ജ്വാല യങ് ഓണ്ടർപ്രണേഴ്സ് അവാർഡ് മമ്മൂക്കയുടെ
വൺ ഓഫ് മമ്മൂക്കാസ് ഫേവറേറ്റ് ക്ലോത്തിങ് ബ്രാൻഡ്, ഷർട്ട് ബ്രാൻഡ് അല്ലേ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞാട്ടോ. ഞാൻ പറഞ്ഞല്ലേ, ഇത് അദ്ദേഹം തന്നെ പറഞ്ഞാണ് 2 ഷർട്ട്സ് കൂടെ വേണം, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു വാച്ച് ബിസിനസ്, ഈ പറഞ്ഞ പോലെ നമ്മുടെ കൈത്തിരി, നമ്മുടെ ഹാൻഡ്ലൂമിനെ ഗ്ലോബൽ ലെവലിലേക്ക്, ഗ്ലോബൽ പ്ലാറ്റ്ഫോംസിൽ എക്സിബിറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് രണ്ടുപേരെയും വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഹിബ, ആൻഡ് താങ്ക് യു സോ മച്ച്. നൈസ് ടോക്കിംഗ് ടു യു ബോത്ത്. Same. Thank you.